ഹലോ ഡിയേഴ്സ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇവളുടെ ഹസ്ബൻഡ് എത്ര ഭാഗ്യവാനാണ്. ഇവൾക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയാം. ഇവളുടെ എക്സ്പീരിയൻസാണ് അവൾ ഷെയർ ചെയ്യുന്നത്. ഇവളിങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നല്ലേ. പോക്ക് കേസായിരിക്കും. അതല്ലെങ്കിൽ എന്താണ്, ഇവളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ സുഖം അറിയാൻ വേണ്ടി പറ്റും. പിന്നെന്തായിരുന്നു, ഇങ്ങനെ കുറേ പേരൊക്കെ വിചാരിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര വലിയ സെലിബ്രിറ്റീസ് ആണെങ്കിലും എത്ര വലിയ റിച്ച് ആണെങ്കിലും നിങ്ങൾ ആരാണെങ്കിലും സ്നേഹം കൊണ്ട് മുറിവേറ്റ ഒരാൾക്ക് വളരെ ഹോണസ്റ്റായിട്ട് നിന്നിട്ടും സ്നേഹം കൊണ്ട് മുറിവ് ഏറ്റിട്ടുള്ള ഒരാൾ ആണ് ഞാൻ. ഒരു സിംഗിൾ മാമാണ്. സോ നിങ്ങൾ എത്ര ട്രൈ ചെയ്താലും നിങ്ങൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊട്ടത്തെറ്റാണ്. ഓക്കെ, എല്ലാവരുടെയും റിലേഷൻഷിപ്പ് ബെറ്റർ ആകണം എന്നുള്ള ലെവലിലും റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ അറിയുന്നത് കൊണ്ടും അതിൽ ലൈംഗികതയുടെ പ്രാധാന്യം അത്രമേൽ അറിയുന്നത് കൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവർക്കും നല്ല വരട്ടെ എന്ന് വെച്ചിട്ട്, അല്ലാതെ മനസ്സിലായില്ല. ഓക്കെ, നമ്മൾ സബ്ജക്റ്റിലോട്ട് പോകാം. ചില ആളുകൾ ഇപ്പോൾ പറയുന്നത് എൻ്റെ ലിംഗം പണ്ടത്തെ പോലെയല്ല, അത് കുഞ്ഞായ പോലെ, പണ്ടത്തെ പോലെ ഫുള്ളായിട്ട് വരുന്നുമില്ല, അതേപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുമില്ല. ഇത് എന്തായിരിക്കും റീസൺ? കുഞ്ഞായി പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഉണ്ടോ? നിങ്ങൾക്ക് കുറച്ച് കാര്യം പറഞ്ഞു തരാണ്ട് ഓടണ്ട. പുക വലിക്കുന്നവരോട്, ചെറിയ കുട്ടികളടക്കം ഇപ്പോൾ വലിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ എന്തായാലും ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ വാക്കിന് കുറേ വാല്യൂ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ പുക വലിക്കുന്നവർക്കുണ്ടാകുന്ന ഏറ്റവും സാധാരണമായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളുടെ ലിംഗത്തിലേക്ക് ബ്ലഡ് ഫ്ലോ എത്തിക്കണം. ബ്ലഡ് ഫ്ലോ എന്ന് പറഞ്ഞാലല്ലേ അത് ശരിക്കും സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ആ രക്തപ്രവാഹം നടക്കുന്ന രക്തക്കുഴലുകൾ ചുരുങ്ങി പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ചുരുങ്ങുമ്പോൾ എന്താക്കും, അങ്ങോട്ടേക്ക് ബ്ലഡ് പോവോ? ഇല്ല. അതുപോലെ കുടിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹം കുറയുന്നതായിട്ട് കാണാം. വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പോൾ, അങ്ങനെ ഒരു ലെവലിൽ. ചിലർ പറയും കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഉഷാറാണെന്നൊക്കെ പറയും. അതൊക്കെ മിഥ്യാധാരണയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുടിക്കുന്ന ആളുകളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പുരുഷ ഹോർമോൺ ഡൗൺ ആകും. പുരുഷനല്ലാണ്ട് മാറും തന്നെ അർത്ഥം. അപ്പോൾ പുരുഷ ഹോർമോൺ ഡൗൺ ആകുമ്പോൾ എന്താവും, ലൈംഗികതയോടുള്ള ആഗ്രഹം കുറയുകയാണ് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ഉണ്ടാവില്ല. അതുപോലെ നിങ്ങളുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കുറഞ്ഞു വരും. അതിൻ്റെ ഹെൽത്തൊക്കെ അങ്ങ് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അയ്യോ, എൻ്റെ ലിംഗം പണ്ടത്തെ പോലെയല്ല, കുഞ്ഞായിപ്പോയി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഈ പുകവലി മദ്യപാനം കൊണ്ട് അവിടെ എന്താണ്, അവിടെ ചുരുങ്ങും, രക്തക്കുഴലുകൾ ചുരുങ്ങും. എന്താവും, ശരിക്കും ബ്ലഡ് അങ്ങോട്ട് എത്താതെ ആകുകയും കുറച്ച് ഭാഗം ചുരുങ്ങിയിരിക്കുകയും ചെയ്യുമ്പോൾ എന്താവും, ലിംഗത്തിൽ യഥാർത്ഥ ബ്ലഡ് ഫ്ലോ എത്താനാവാണ്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റക്കായിട്ടിരുന്നിട്ട് കുഞ്ഞതായിട്ട് തോന്നും. ഇത്രയും നീളമുള്ള ലിംഗമാണെങ്കിൽ ഇത്രയും ചുരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ എന്താവും, പിന്നെ ഇത്രയല്ലേ കാണത്തുള്ളൂ. അതാണ് പറ്റുന്നത്. മദ്യപാനികൾക്ക് അവരുടെ നാഡീവ്യൂഹത്തിനെയും ബ്രെയിനെയൊക്കെ അത് ബാധിക്കുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉദ്ധാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. അല്ലെങ്കിൽ ഉദ്ധരിക്കാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വരും. അതുപോലെ ലൈംഗിക ഉത്തേജനം കുറയുക. നിങ്ങൾ എത്ര എങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു ഉത്തേജനം കുറയുന്നതുകൊണ്ട് തന്നെ ലിംഗം ശരിയായ രീതിയിൽ ഉത്തേജിപ്പിക്കാതെ അത് ശരിയായ രീതിയിൽ ഫില്ല് ചെയ്ത് വലുതാക്കി വരാനും പറ്റുന്നില്ല. ഇതും ലിംഗം കുഞ്ഞായിട്ട് തോന്നാൻ കാരണമാണ്. അപ്പോൾ എല്ലാം ഒന്ന് കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ ബെറ്റർ ആവുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു യൂറോളജിസ്റ്റിനോ ആൻഡ്രോളജിസ്റ്റിനോ കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉള്ളവർക്കൊക്കെ ഇൻഡിവിജ്വൽസ് എക്സ്പേർട്ടൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നുണ്ട്. അതാണ് നേച്ചർ മാനിൻ്റെ ലിഫ്റ്റപ്പ് ഓയിൽ. ഇത് നിങ്ങൾ 2 നേരം നിങ്ങൾ ലിംഗത്തിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് ഫ്ലോ അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ എത്തിക്കാനായിട്ട് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ രക്തക്കുഴലിലൊക്കെ പ്രവർത്തിക്കാൻ നല്ല രീതിയിൽ ഉദാഹരണം എൻ്റെ വരെ എത്തിക്കാൻ പറ്റും. അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലിംഗം ഇച്ചിരി വലുപ്പവും തടിയും കൂടിയ പോലെ തോന്നും. അല്ലാണ്ട് എക്സ്ട്രാ വളർത്തുമല്ല കേട്ടോ ചെയ്യുന്നത്. അതിന് സഹായിക്കുന്ന ഒന്നാണ് ഇത്. ഒരുപാട് ഫേക്ക് പ്രൊഡക്റ്റ് ഉണ്ട് ഇതിന്. പക്ഷേ ലിങ്കിലൂടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ലങ്, ശതാവരി, അശ്വഗന്ധ, മുസ്ലീബി എല്ലാം ഇതിലാണ് ഇരിക്കുന്നത്. കോൺഫിഡൻസ് കൂട്ടാനും, അതായത് ലിംഗത്തിൽ യഥാർത്ഥ സൈസിലോട്ട് എത്തിക്കാനും ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാനും കൂടുതലൊക്കെ ലംഘനത്തിൽ ഏർപ്പെടാനും തടി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. 100% നാച്ചുറലാണ്, ക്ലിനിക്കലി പ്രൂവൺ ആണ്, ആയുഷ് സർട്ടിഫൈഡ് ആണ്, NGMB AS ഒക്കെ ഉണ്ട്.
അതുപോലെ ക്ലിനിക്കലി പ്രൂവൺ ആണ്, നോൺ ഹാബിറ്റ് ഫോമിംഗ് ആണ്. ഇതിൽ അശ്വഗന്ധ നിങ്ങൾക്ക് സ്റ്റാമിന കൂട്ടാൻ, ടെസ്റ്റോസ്റ്ററോൺ ഒക്കെ കൂട്ടാൻ സഹായിക്കും. അതുപോലെ മുസ്ലിം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഉദാഹരണം തരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ശതാവരി നിങ്ങളുടെ ലിംഗത്തിലേക്ക് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യുക. FBയിലാണെങ്കിൽ കമൻറ്റിൽ കൊടുത്തേക്കാം ലിങ്ക്. അതുപോലെ ഇൻസ്റ്റയിലാണെങ്കിൽ ബയോയിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് കാണാൻ പറ്റും, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇപ്പോഴത്തെ ഒരു മൂഡിന് വലിക്കുന്നതും കുടിക്കുന്നതും പോലെ അല്ലെന്നേ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. നിങ്ങൾക്ക് ലൈംഗികപരമായി നമ്മളുടെ സ്നേഹമൊക്കെ വളരെ നന്നായിട്ട് കാണിക്കാനും അവരുടെ യഥാർത്ഥമായ സ്നേഹത്തിന് അങ്ങേ അറ്റത്തെ ഒരിതാണ് എന്ത് നിങ്ങൾ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുന്നതിലൊക്കെ കിട്ടുന്നത്. അപ്പം ആ ഒരു ഇത് കുറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം കുറയുന്നല്ല, അത് വേണം. അതുകൊണ്ടെങ്കിൽ പൂർണ്ണമായിട്ടൊരു സ്നേഹത്തിലൂടെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പറ്റുമെങ്കിൽ ഇതൊന്ന് കുറയ്ക്കല്ല നിർത്താം, ഇത് കുറയ്ക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്.